രാജ്യത്തെ ശ്രദ്ധേയമായ ഒരു വിവാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള പാടന്തറ മർക്കസ്. നീലഗിരി ജില്ലാ SYSന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 12-ന് പാടന്തറ മർക്കസിൽ വെച്ച് മിന്നുകെട്ടുന്നത് 150 നിർധനരായ പെൺകുട്ടികൾ. പാടന്തറ മർക്കസ് ജനറൽ സെക്രട്ടറി ദേവരശോല അബ്ദുസ്സലാം മുസ്ലിയാരുടെ കാർമ്മികത്വത്തിലാണ് വ്യത്യസ്തമായ ഈ സമൂഹ വിവാഹം. സഹായിക്കാൻ ആരുമില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾക്ക് 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും നൽകിയാണ് വിവാഹം ചെയ്തയക്കുന്നത്. 2014-15 പാടന്തറ മർക്കസിൽ വെച്ച് നടന്ന സമാനമായ സമൂഹ വിവാഹത്തിൽ 187 പെൺകുട്ടികൾക്കാണ് സുന്നി പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും ജീവിതം സമ്മാനിച്ചത്. SYS നീലഗിരി ജില്ലാ പ്രസിഡന്റും പാടന്തറ മർക്കസ് ജനറൽ സെക്രട്ടറിയുമായ ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർ നമ്മോടൊപ്പം ചേരുന്നു. അബ്ദുസ്സലാം മുസ്ലിയാർ, ശ്രദ്ധേയമായ ഒരു ചടങ്ങിനാണ് പാടന്തറ മർക്കസ് സാക്ഷിയാവാൻ പോകുന്നത്. ഇത്രയും വലിയ ബാധ്യത നിറഞ്ഞ ഒരു പദ്ധതിക്കുള്ള പ്രചോദനം എന്താണ്? വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ 2 വർഷങ്ങളിലായി പാടന്തറ മർക്കസിൽ വെച്ച് 187 പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചുവിട്ട് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിരവധി 100 പെൺകുട്ടികൾ വീട് നിറയെ നിറഞ്ഞു കിടക്കുന്ന 25, 30, 35 വയസ്സ് കഴിഞ്ഞ് ആ പെൺകുട്ടികളെ നോക്കി കൽബുരുകി മെഴുകുരുകുന്നത് പോലെ ഉരുകിത്തീരുന്ന ധാരാളം ഉമ്മമാർ, പാവങ്ങൾ, ഭക്ഷണം കഴിക്കാതെ ഈ പെൺകുട്ടികളുടെ ഭാവി ഓർത്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട് നടക്കുന്ന നിരവധി ഉമ്മമാർ. ആ ഉമ്മമാരുടെ പൊട്ടുന്ന വേദനകൾ കണ്ട് സ്ഥാപനത്തിലെയും സംഘകുടുംബങ്ങളിലെയും സഹോദരങ്ങൾ ഇറങ്ങിത്തിരിച്ച് 187 പാവങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിലായി കല്യാണം കഴിച്ചുവിടാൻ സാധിച്ചു. മഹല്ല് കമ്മിറ്റിയുടെയും സംഘകുടുംബങ്ങളുടെയും സാക്ഷ്യപത്രം കൊണ്ടുവന്ന് ഈ കുടുംബങ്ങൾ 100% അർഹതപ്പെട്ടവരാണെന്ന് തെളിവ് നൽകിയാൽ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 187 പാവങ്ങളെ കല്യാണം കഴിച്ചു. ഉസ്താദുമാരുടെ ഉപദേശപ്രകാരം, അഭിവന്ദ്യരായ ശൈഖുനയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ വർഷവും ഒരു മൂമിനായ ആണും പെണ്ണും ഒറ്റ ദിവസം ഹലാലായ നിലയ്ക്ക് രാത്രി കിടന്നുറങ്ങിയാൽ അതിന്റെ പ്രതിഫലം എത്രയാണ്? ഇത് നിർത്തരുത്, പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ വർഷം ഇറങ്ങിത്തിരിച്ചു. 101 പേരെ ഉറപ്പിച്ചുവെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല. അല്ലാഹുവിന്റെ ഖജനാവ് വലുതാണ്, മുഅ്മിനീങ്ങൾ സഹായിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഇറങ്ങിത്തിരിച്ച് 101 ഉറപ്പിച്ചിറങ്ങിയെങ്കിലും 150ഓളം പാവങ്ങൾ എല്ലാം പുതിയാപ്പിള റെഡിയായവരാണ്. ഞങ്ങൾ പറഞ്ഞു 101-ലേറെ എടുക്കാൻ കഴിയില്ല. 101 തന്നെ 2 കണ്ണ് കാണാത്തൊരു പെൺകുട്ടിയായപ്പോൾ 101-ാമത്തെ എടുത്തതാണ്. അതിലപ്പുറം എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുവെങ്കിലും ആ പാവങ്ങളുടെ കല്യാണം മുടങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ധാരാളം ഉമ്മമാർ ഈ പെൺകുട്ടികളെ അവർക്കൊരു 5 പവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, ജീവിതം കല്യാണം ഇപ്പൊ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നെന്ന് കണ്ടപ്പോൾ അല്ലാഹുവിനെ തവക്കലാക്കി ഈ രാജ്യത്തുള്ള മുഅ്മിനീങ്ങൾ, സംഘകുടുംബങ്ങൾ ആ ബാക്കിയുള്ള 50 കുടുംബങ്ങളെ ഏറ്റെടുത്ത് 150 പാവങ്ങളെ ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ പോവുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 5 പവനും 25,000 രൂപയും നമ്മൾ കൊടുക്കുന്നുണ്ട്. 25,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പുതിയാപ്പിള വീട്ടിൽ വരുമ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ വീടുകളിൽ ഒരു ചെറിയ സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ? അവർക്കൊരു ചെറിയ കട്ടിലും പറ്റും റൂമൊക്കെ റെഡിയാക്കണ്ടേ? അതിനുവേണ്ടി ഒരു 25,000 സഹായിക്കുകയാണ്. അങ്ങനെ 5 പവന് 25,000 കൊടുത്ത് 150 സാധുക്കളെ ഫെബ്രുവരി 12-ാം തീയതി അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പോകുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ജ്യേഷ്ഠാനുജന്മാരും, നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു മോൾ, പൊന്നുമോൾ 25 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ, അവർക്ക് കാശുണ്ടെങ്കിലും പുതിയാപ്പിളത്തില്ലെങ്കിൽ അതിന്റെ വേതനം എത്രയാണ്? ഈ പാവങ്ങൾ എല്ലാവരും പുതിയാപ്പിള റെഡിയായവരാണ്. ആ സാധു നമ്മുടെ ഒരു പെങ്ങളെ ഓർത്ത്, നമ്മുടെ ഒരു മോളെ ഓർത്ത് ഈ സാധുക്കളെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ എന്ന് ഒരു നിർണായക ഘട്ടമായതുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 150 പാവങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ അകമടിഞ്ഞ് സഹായിച്ചവരുണ്ട്. ഒന്നും പേടിക്കണ്ട, അള്ളാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഉസ്താദുമാർ, സാദാത്തുക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. നിരവധി സഹോദരങ്ങൾ ഏറ്റ് സഹായിച്ച നിരവധി ഹാജിമാരും മുഅ്മിനീങ്ങളും ഉമ്മമാർ ഒരു മാന്യ സഹോദരി കഴിഞ്ഞ 12-ാം തീയതി 313 രൂപ നൽകിയിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊരു പാവമാണ്,
പക്ഷെ എന്റെ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്, ആ പെങ്ങളെ ഓർക്കുമ്പോൾ എന്റെ കൽബ് പൊട്ടിയിട്ട് നിൽക്കുക, എനിക്ക് ജോലിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് 313 റുപ്യ വരെ തന്നപ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അള്ളാഹുക്കൊക്കെ ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. പെൺകുട്ടികളെ കണ്ണീര് കണ്ട് കൽബ് പൊട്ടുന്ന നിരവധി ഉമ്മമാർ, ആ ഉമ്മമാരെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നീറുന്ന മനസ്സുവിട്ട് ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി ഈ പാവങ്ങളെ കൊണ്ട് കൽബുരികളെ ദുആ തിരിച്ചു ലഭിക്കുമെന്ന് സന്തോഷം അറിയിച്ച് നിങ്ങൾ ദുആ ചെയ്യുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദുആയിൽപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം വിജയിച്ചു കിട്ടണം. അല്ലാഹു എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.